ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. സദാശിവസമാരാധ്യം ശങ്കരാശിവമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമ. അഹല്യാദേവിയുടെ ശാപവൃത്താന്തം തുടരുന്നു. തന്നുട രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ, ചൊല്ലു ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാനെന്തു മൂലം, നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി, സത്യമെന്നോടു ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയാകിൽ ഭസ്മമാക്കുവനിപ്പോൾ. പരിഗ്രഹിക്കുക, സ്വീകരിക്കുക. നിർലജ്ജൻ, ലജ്ജയില്ലാത്തവൻ. തവ, നിന്റെ. വൃത്താന്തം, ചരിത്രം. ആശ്രമമുറ്റത്ത് തന്റെ രൂപത്തിൽ പേടിച്ചു വിറച്ചു നിൽക്കുന്ന ദേവേന്ദ്രനെ കണ്ട് കോപാകുലനായ ഗൗതമ മഹർഷി ഇപ്രകാരം ചോദിച്ചു: ദുഷ്ടാത്മാവേ, നീ അവിടെ നിൽക്ക്. നീ ആരാണ്, എന്താണ് എന്നുള്ള പരമാർത്ഥമെല്ലാം എന്നോട് മടികൂടാതെ പറഞ്ഞാലും നീ എന്റെ രൂപത്തെ സ്വീകരിക്കാൻ എന്താണ് കാരണം? നിർലജ്ജനായ അങ്ങ് ഏതൊരു മഹാപാപിയാണ്? സത്യമായുള്ള കാര്യങ്ങൾ എല്ലാം എന്നോട് പറയൂ. നിന്റെ വൃത്താന്തമെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പറയാതിരുന്നാൽ ഞാനിപ്പോൾ നിന്നെ ശപിച്ച് ഭസ്മമാക്കും. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി: സ്വർലോകാധിപനായ കാമകിങ്കരനഹം, വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറുത്തുകൊള്ളേണമേ. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി, സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മഫലമെല്ലാം. കാമകിങ്കരൻ, കാമദേവന്റെ ദാസൻ, കാമദേവന് അടിമയായിട്ടുള്ളവൻ. കിങ്കരൻ എന്ന ശബ്ദത്തിന് ദാസൻ, ഭൃത്യൻ, അടിമ എന്നെല്ലാം അർത്ഥം പറയാം. വല്ലായ്മ, ദുഃഖം, അബദ്ധം, അരുതായിക, മൂഢത്വം, അറിവില്ലായ്മ. സഹസ്രഭകൻ, 1000 ജനനേന്ദ്രിയങ്ങൾ ഉള്ളവൻ. കോപാകുലനായി നിൽക്കുന്ന ഗൗതമ മുനിയെ നോക്കി ഭയപരവശനായ ദേവേന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു: ഞാൻ സ്വർഗാധിപനായ ദേവേന്ദ്രനാണ്. അങ്ങനെയുള്ള ഞാൻ ഇപ്പോൾ കാമകിങ്കരൻ ആയിപ്പോയി. എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഇത്തരം ഒരു വല്ലായ്മയിൽ അഥവാ അരുതായ്മയിൽ ഞാൻ അകപ്പെട്ടുപോയത്. നിന്തിരുവടി ക്ഷമിച്ച് എനിക്ക് മാപ്പു നൽകണം. ഗൗതമമുനി ദേവേന്ദ്രന്റെ നേർക്ക് ശാപവചനങ്ങൾ പുറപ്പെടുവിച്ചു. ഗൗതമൻ പറഞ്ഞു: നീ സഹസ്രഭകനായി ജനിക്കട്ടെ. അങ്ങനെ നീ ചെയ്തുകൂട്ടിയ ദുഷ്കർമ്മത്തിന്റെ ഫലം അനുഭവിച്ച് തീരട്ടെ. തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകമ്പുക്കപ്പോൾ അഹല്യയും വേഭതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ: കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ, ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം. ദുഷ്കൃതമൊടുങ്ങുവാനിതെന്നു ചൊല്ലിടുവൻ, ദുഷ്കൃതിയായുള്ളോരു ദുർധര മഹാവ്രതം. കാമകിങ്കരേ, ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. നീഹാരാതപവായു വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ. കാനനദേശേ മതീയാശ്രമേ മനോഹരേ, ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദാംബോജസ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു. ഭൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി. ഹിമവൽ പാർശ്വം പുക്കാൻ അന്നു തൊട്ടിവിടെ വാണിയിടിനാളഹല്യയും. തപസ്വീശ്വരൻ, താപസികളുടെ നാഥൻ. ദുർനടപ്പ്, ദുർവൃത്തി, ചീത്ത പ്രവൃത്തി. ദുരാചാര, ചീത്ത ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവൾ, ചീത്ത നടപടികൾ ഉള്ളവൾ. ദുഷ്കൃതം, ദുരിതം, പാപം. നിഷ്കൃതി, പരിഹാരം. ദുർധര മഹാവ്രതം, അനുഷ്ഠിക്കുവാൻ പ്രയാസമുള്ള കഠിന വ്രതം. കിങ്കരി, ദാസി. ശിലാരൂപം,
കല്ലിന്റെ രൂപം. നീഹാരാതപ വായുവർഷാദികൾ. നീഹാരം മഞ്ഞ്, ആതപം വെയിൽ അഥവാ ചൂട്, വായു കാറ്റ്, വർഷം മഴ തുടങ്ങിയവ. ദിവാരാത്രം രാവും പകലും. കാനനദേശേ മനോഹരേ മദീയാശ്രമേ. കാനന പ്രദേശത്തുള്ള സുന്ദരമായ എന്റെ ആശ്രമത്തിൽ. ദിവ്യവർഷം താപസവൃത്തി കൊണ്ട് ദിവ്യങ്ങളായ വർഷങ്ങൾ. 365 മനുഷ്യവർഷം ചേർന്നാൽ ഒരു ദിവ്യവർഷം. ദിവ്യവർഷങ്ങൾ 12,000 ചതുർയുഗം. ശ്രീരാമ പാദാംബോജ സ്പർശനം. ശ്രീരാമചന്ദ്രന്റെ പാദപത്മങ്ങൾ കൊണ്ടുള്ള സ്പർശം. പാദാംബോജം പാദങ്ങളാകുന്ന താമരകൾ. ദുരിതം പാപം. പൂതമാനസ പരിശുദ്ധമായ മനസ്സോടുകൂടിയവൾ. ഹിമവൽ പാർശ്വം ഹിമവാന്റെ താഴ്വര. ദേവേന്ദ്രനെ ഇപ്രകാരം ശപിച്ചിട്ട് ആശ്രമത്തിനകത്തേക്ക് കടന്ന ഗൗതമമുനി ഭയചകിതയായി നിൽക്കുന്ന അഹല്യാദേവിയോട് പറഞ്ഞു, ഹേ ദുരാചാരയായ സ്ത്രീയെ, നിന്റെ ഈ ചീത്തപ്രവൃത്തികൾ വളരെ കഷ്ടം തന്നെ. ദുഷ്ടമാനസേ, നീ ബഹുസമർത്ഥ തന്നെ. നിന്റെ ദുഷ്പ്രവൃത്തിയുടെ പാപം തീരുന്നതിനു വേണ്ടി അനുഷ്ഠിക്കുവാൻ പ്രയാസമുള്ള കഠിനവ്രതം പ്രായശ്ചിത്തമായി നീ അനുഷ്ഠിക്കണം. കാമത്തിന് ദാസിയായി തീർന്ന നീ ശിലാരൂപം സ്വീകരിച്ച് ശ്രീരാമചന്ദ്രന്റെ പാദപങ്കജങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഇവിടെ കഴിയണം. മഞ്ഞ്, വെയിൽ, കാറ്റ്, വർഷം എന്നിവയെല്ലാം സഹിച്ച് രാവും പകലും നിരാഹാരയായി ഇവിടെ കഴിച്ചുകൂട്ടുക. കാനന പ്രദേശത്തുള്ള മനോഹരമായ എന്റെ ഈ ആശ്രമ പരിസരത്ത് വിവിധ തരത്തിലുള്ള ജന്തുക്കൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇത്തരത്തിൽ കുറെ ദിവ്യവർഷങ്ങൾ കഴിയുമ്പോൾ ശ്രീരാമചന്ദ്രനും സഹോദരനായ ലക്ഷ്മണനും ഇങ്ങോട്ട് എഴുന്നള്ളും. ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശം ഉണ്ടാകുന്നതോടെ നിന്റെ ദുരിതങ്ങളെല്ലാം അവസാനിക്കും എന്ന് മനസ്സിലാക്കിയാലും തുടർന്ന് ആ ശ്രീരാമചന്ദ്രനെ ഭക്തിപൂർവം പൂജിച്ച് വേണ്ടതുപോലെ പ്രദക്ഷിണം ചെയ്ത് താണുവണങ്ങി സ്തുതിക്കുമ്പോൾ ശാപമോക്ഷം ലഭിച്ച് നീ പരിശുദ്ധ മനസ്കയായിത്തീരും. അതിനുശേഷം നിനക്ക് എന്നെ ശുശ്രൂഷിക്കാം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഗൗതമമുനി ഹിമവൽ പാർശ്വത്തിലേക്ക്, അതായത് ഹിമാലയ പർവ്വതത്തിന്റെ സമീപത്തേക്ക് നടന്നു. അന്നു മുതൽ അഹല്യ ശിലാരൂപത്തിൽ ഈ പ്രദേശത്ത് കഴിയുന്നു. നിന്തിരുമലരടി ചെന്തളിർപ്പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു. സന്തോഷ സന്താനമേ ചിന്താമണേ. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമപത്നിയുടെ കൽമഷമശേഷവും നിന്നുട പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമിന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ. നിന്തിരുമലരടി ചെന്തളിർപ്പൊടി. നിന്റെ തിരുമലരടിയാകുന്ന ചെന്തളിരിന്റെ പൊടി, ഭഗവാന്റെ പാദത്തിലെ പൊടി. എന്തൊരു കഴിവ്, എന്താണൊരു വഴി. സന്താപം ദുഃഖം, സന്തതം എല്ലായ്പ്പോഴും. സന്തോഷ സന്താനമേ, തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിന്റെ കൽപ്പവൃക്ഷമേ. ചിന്താമണി, ആഗ്രഹിക്കുന്നതെന്തും പ്രദാനം ചെയ്യുന്ന ഒരു ദിവ്യരത്നം. പാഷാണം കല്ല്, അംഗം ശരീരം. പാഷാണാംഗി കല്ലുകൊണ്ടുള്ള ശരീരം ഉള്ളവൾ. ബ്രഹ്മനന്ദന, ബ്രഹ്മാവിന്റെ പുത്രി അഹല്യ. കൽമഷം പാപം, അശേഷം മുഴുവനായിട്ടും. ഉന്മൂലനാശം പരിപൂർണമായ നാശം. നിർമ്മല പരിശുദ്ധ. അഹല്യവൃത്താന്തം മുഴുവനും ശ്രീരാമചന്ദ്രന് വിവരിച്ചു കൊടുത്ത ശേഷം വിശ്വാമിത്ര മഹർഷി അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ സന്തോഷ സന്താനമേ, ചിന്താമണേ, നിന്തിരുവടിയുടെ പാദപങ്കജത്തിലെ പൊടിയേൽക്കാൻ എന്താണൊരു വഴി എന്ന് ചിന്തിച്ച് ദുഃഖിതയായി അഹല്യാദേവി ഇവിടെ വസിക്കുന്നു. മറ്റാരുടെയും ദൃഷ്ടിക്ക് ഗോചരമാകാതെ കല്ലായി മാറിയ ശരീരത്തോടുകൂടി ഉഗ്രമായ തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മപുത്രിയായ ഗൗതമപത്നിയുടെ അവശേഷിക്കുന്ന കൽമഷം, പാപം എല്ലാം നിന്റെ പാദസ്പർശം കൊണ്ട് ഇന്നു തന്നെ ഇല്ലാതാക്കി തീർക്കണം. അതോടെ അഹല്യാദേവി നിർമ്മലയായി ശിലയിൽ നിന്നും ഉണർന്ന് എഴുന്നേൽക്കും. ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു
തൃക്കൈയും പിടിച്ചുടജാങ്കണം പുക്കാൻ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വെച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ. കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നോരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. ഗാധിനന്ദനൻ, ഗാധിയുടെ പുത്രൻ വിശ്വാമിത്രൻ. ദാശരഥി, ദശരഥനന്ദനൻ ശ്രീരാമൻ. ആശു പെട്ടെന്ന്. ഉടജാങ്കണം ആശ്രമത്തിന്റെ മുറ്റം. ഉടജം ആശ്രമം, അങ്കണം മുറ്റം. അഗ്രേ മുന്നിൽ. ശ്രീപതി ലക്ഷ്മീദേവിയുടെ ഭർത്താവ്. ശ്രീ ലക്ഷ്മി, പതി ഭർത്താവ്. സൽപതി സത്തുക്കളിൽ വെച്ച് ശ്രേഷ്ഠൻ. സത്തുക്കൾ സജ്ജനങ്ങൾ. രാമോഹം, രാമഃ അഹം, ഞാൻ രാമൻ ആകുന്നു. ഗാധിനന്ദനായ വിശ്വാമിത്രൻ ദശരഥനന്ദനായ ശ്രീരാമചന്ദ്രനോട് ഇപ്രകാരം പറഞ്ഞ് ആ കൈകളും പിടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ആശ്രമത്തിന്റെ മുറ്റത്തേക്ക് പ്രവേശിച്ചു. ആശ്രമത്തിന്റെ മുൻഭാഗത്ത് കഠിനമായ തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ശിലാരൂപം വിശ്വാമിത്രൻ ശ്രീരാമചന്ദ്രന് കാണിച്ചുകൊടുത്തു. രാമോഹം, രാമഃ അഹം, ഞാൻ രാമനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജഗൽപതിയായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ തന്റെ പാദപത്മങ്ങൾ ആ ശിലയിൽ മെല്ലെ വെച്ചു. കോമളരൂപനായ രാമൻ മുനിപത്നിയായ അഹല്യയെ വണങ്ങി. ആ സമയത്ത് അഹല്യയ്ക്ക് ശ്രീരാമചന്ദ്രനെ കാണാൻ സാധിച്ചു. അപ്പോൾ അഹല്യയ്ക്കുണ്ടായ ആനന്ദാതിരേകം പറഞ്ഞറിയിക്കാവുന്നതല്ല. താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ജയം നീങ്ങുമാറു സോദരനോടും താപനാശകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസ്സോടും സുസ്മിതവക്ത്രത്തോടും ശ്രീവാസാംബുജതല സന്നിഭ നേത്രത്തോടും വാസവ നീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യമരൗഘവന്ദിതപാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യയ്ക്കും. കൗശികൻ വിശ്വാമിത്രൻ. താപസഞ്ജയം, ദുഃഖങ്ങളുടെ കൂട്ടം. താപനാശനകരൻ, താപത്തെ അഥവാ ദുഃഖത്തെ നശിപ്പിക്കുന്നവൻ. ചാപബാണം, അമ്പും വില്ലും. പീതവസ്ത്രം, മഞ്ഞവസ്ത്രം. ശ്രീവത്സവക്ഷസ്, ശ്രീവത്സം എന്ന മറുകുള്ള വക്ഷസ്. സുസ്മിതവക്ത്രം, പുഞ്ചിരിക്കുന്ന മുഖം. ശ്രീവാസാംബുജദല സന്നിഭ നേത്രം, ശ്രീയുടെ ലക്ഷ്മിയുടെ ഇരിപ്പിടമായ താമരയിതളിന് തുല്യമായ കണ്ണ്. വാസവ നീലമണി, ഇന്ദ്രനീലക്കല്ല്. വാസവൻ ഇന്ദ്രൻ. സങ്കാശം തുല്യം, ഗാത്രം ശരീരം. വാസവ നീലമണി സങ്കാശഗാത്രം, ഇന്ദ്രനീലക്കല്ലിന് തുല്യമായ ശരീരം. വാസവാദ്യമരൗഘ വന്ദിത പാദം, വാസവാദികളായ ദേവസമൂഹത്താൽ വന്ദിതമായ പാദത്തോട് കൂടിയത്. അമരൗഘം, ദേവസമൂഹം. താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും ദുഃഖങ്ങളെ മുഴുവൻ നീക്കാൻ കഴിവുള്ള സഹോദരനോടും സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയുന്ന ദേവനെ ശാപബാണങ്ങൾ കൈകളിൽ വഹിച്ച് മഞ്ഞപ്പട്ടാമ്പരം ചുറ്റി ശ്രീവത്സാങ്കിതമായ മാറിടത്തോടെ പുഞ്ചിരി തൂകുന്ന മുഖത്തോടെ ലക്ഷ്മീദേവിയുടെ ഇരിപ്പിടമായ താമരപ്പൂവിന്റെ ഇതൾ പോലുള്ള കണ്ണുകളോടെ ഇന്ദ്രനീലക്കല്ലുപോലെ ശോഭിക്കുന്ന ശരീരത്തോടെ ഇന്ദ്രാദിദേവന്മാർ വണങ്ങുന്ന പാദങ്ങളോടെ 10 ദിക്കിലും നിറഞ്ഞ ശോഭയോടെ ഭക്തവത്സലനായ ശ്രീരാമചന്ദ്രനെ അഹല്യാദേവി കണ്ടു. അഹല്യയുടെ രൂപം മാത്രമായിരുന്നു ശിലയുടേത്. ദേവിയുടെ ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെട്ടിരുന്നില്ല. തന്നുടെ ഭർത്താവായ ഗൗതമതബോധനൻ തന്നോടു മുന്ന മുര ചെയ്തതുമോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണോജവിലോചനൻ പത്മജാമനോഹരൻ യുദ്ധമാത്മനി ചിന്തിച്ചുദ്ധാനം ചെയ്തു ഭക്ത്യാ സത്വരമർഘ്യാദികൾ കൊണ്ടു പൂജിച്ചിടിനാൾ. സന്തോഷാശ്രുക്കളൊഴുകിടും നേത്രങ്ങളോടും
സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ചിത്തക്കാമ്പിലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹുരഞ്ജലീബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദവർണ്ണത്തോടും അദ്വയനായോരാദ്യസ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ധിമഗ്നയായി സ്തുതി ചെയ്താൾ. നിർണയം നിശ്ചയമായും നാരായണൻ മഹാവിഷ്ണു, അർണോജവിലോചനൻ താമരക്കണ്ണൻ. അർണോജം താമരപ്പൂവ്. ഇത്തം ഇപ്രകാരം. ആത്മനി ആത്മാവിൽ. ഉത്ഥാനം ചെയ്ത് എഴുന്നേറ്റ്. സത്വരം പെട്ടെന്ന്. അർഘ്യാദികൾ വിശിഷ്ടാതിഥികളെ സ്വീകരിക്കാനുള്ള വസ്തുക്കൾ. ദണ്ഡനമസ്കാരം, ദീർഘനമസ്കാരം. ചിത്തക്കാമ്പ് മനസ്സ്. മുഹുരഞ്ജലീബന്ധം. മുഹുഹു അഞ്ജലീബന്ധം. മുഹുഹു വീണ്ടും. അഞ്ജലീബന്ധം കൂപ്പുകൈ. പുളകാഞ്ചിത ദേഹം. രോമാഞ്ചമണിഞ്ഞ് ശോഭിക്കുന്ന ശരീരം. ഗദ്ഗദവർണം. ഇടറുന്ന തൊണ്ടയിൽ നിന്നും പുറത്തുവരുന്ന അക്ഷരങ്ങൾ. സദ്യോജാത ആനന്ദാബ്ധിമഗ്ന. പൊടുന്നനവേ ഉണ്ടായ ആനന്ദസാഗരത്തിൽ മുഴുകിയവൾ. സദ്യഃ ജാത സദ്യോജാത. സദ്യ പൊടുന്നനവേ പെട്ടെന്ന്. ജാത ജനിച്ച ഉണ്ടായ. ആനന്ദാബ്ധി ആനന്ദസാഗരം. മഗ്ന മുഴുകിയവൾ. തന്റെ ഭർത്താവായ ഗൗതമ മുനീന്ദ്രൻ മുമ്പ്, അതായത് ശാപവേളയിൽ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അഹല്യാദേവി അപ്പോൾ ഓർത്തു. നിശ്ചയമായിട്ടും ഇത് അർണോജവിലോചനനും പത്മജാമനോഹരനും ജഗന്നാഥനുമായ നാരായണൻ തന്നെയാണ്. ഇപ്രകാരം മനസ്സിൽ ചിന്തിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് ഭക്തിപൂർവം ജലമെടുത്തുകൊണ്ടുവന്ന് പൂജിച്ചു. ആനന്ദാശ്രുക്കൾ ഒഴുകുന്ന കണ്ണുകളോടെ ദുഃഖങ്ങളെല്ലാം തീർന്ന് ദണ്ഡനമസ്കാരം ചെയ്തു. മനസ്സിൽ ഏറ്റവും വർദ്ധിച്ച ഭക്തിയോടെ എഴുന്നേറ്റ് വീണ്ടും കൈകൾ കൂപ്പിക്കൊണ്ട് പുളകാഞ്ചിതമായ ശരീരത്തോടും ഗദ്ഗദാക്ഷരങ്ങളോടും കൂടി അദ്വയനായ ആദിസ്വരൂപനെ കണ്ടപ്പോഴുണ്ടായ ആനന്ദാബ്ധിയിൽ മുങ്ങിക്കൊണ്ട് അഹല്യാദേവി ഭഗവാനെ സ്തുതിച്ചു. പ്രസിദ്ധമായ അഹല്യാസ്തുതി അടുത്ത ഭാഗത്തു നോക്കാം. ശ്രീരാമചന്ദ്രായ നമഃ.